ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഇതാ എണീച്ചിട്ടുണ്ട്. വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. തലേന്ന് രാത്രി അരിയെല്ലാം അരച്ച് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ വേഗം തന്നെ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചേട്ടാ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മീനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് പച്ചക്കറി എന്ന് പറയാനില്ല, വറവിൻ്റെ സാധനവും ഒന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച്. കുറച്ച് ചെമ്മീനും കുറച്ച് അയിലയിലാണ്. പിന്നെ നമ്മളെ വാഴക്കാമ്പുണ്ട്. അപ്പോൾ അതെല്ലാം മുറിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് അയില എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാനും പൊരിക്കാനുള്ള ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് 2-3 അയില അതങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ഇതാ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീനിലേക്ക് പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പുളി കൂടി പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാ നമ്മൾ അരവ് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് അരച്ചതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചായയെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേഗം തന്നെ നമ്മളെ ചട്ടി അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളമെല്ലാം തിളച്ചു. അപ്പോൾ ഞാനിതാ അരി 3 വട്ടം കഴുകിയിട്ട് അടുപ്പത്തിടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അരിയെല്ലാം നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാനിതാ വേഗം നമ്മളെ തെർമൽ കുക്കറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ചെമ്മീൻ കറി കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ കാമ്പിലേക്ക് ഉള്ളിയും പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം തിരുമ്മി കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം വന്നത് നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തേക്കാണ്. പൊടിയെല്ലാം നല്ലോണം തട്ടിക്കൊടുത്ത് ചെറിയൊരു നനഞ്ഞ തുണിയെല്ലാം എടുത്തിട്ട് ഒന്ന് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. മക്കൾക്ക് കുടിക്കേണ്ട വെള്ളവും കുളിക്കേണ്ട വെള്ളവും അതെല്ലാം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കൽ. അപ്പോൾ അങ്ങനെ ഇതാ തീയെല്ലാം പൊന്നിച്ച് ഒരുവിധമെല്ലാം കുഴപ്പമില്ലാണ്ട് കത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനതെടുത്തിട്ട് വേഗം ഒന്ന് വാർത്തു. വിറകെല്ലാം വെച്ച് നല്ലോണം തീയെല്ലാം കത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ നമ്മളെ ചെമ്മീനും 2 പിന്നെ അതിലെ കഷ്ണമെല്ലാം പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി മാവ് കോരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു ചെറിയ ചട്നി വേണം. തേങ്ങയും പിന്നെ പച്ചമുളകും പുളിയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് ഉപ്പും കൂട്ടി അരച്ചിട്ട് ഉള്ളതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് പിന്നെ ചെറുതായിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുകും പിന്നെ കറിവേപ്പിലും കായ്മുളക് വേണം. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെമ്മീൻ കറിയിലേക്ക് കടുകും ചെറിയ ഉള്ളിയും ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ വറുത്തിട്ടിട്ടുള്ള ചെമ്മീൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതൊക്കെ സെറ്റായിട്ടുണ്ട്. ദേവൂട്ടൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വ്ളോഗ് കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. നമ്മൾ ആ ഒരു ക്രിസ്മസിൻ്റെ എല്ലാം സമയത്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഞാൻ കുറേ വീഡിയോസ് ഇടാത്തത്. അപ്പോൾ ഒരു പ്ലം കേക്ക് ആക്കിയിട്ടുണ്ടായിന്, അത് ദേവൂട്ടൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ചോറ് ഞാനിതാ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇലയിൽ ചില സമയം ചോറ് കൊണ്ടുപോകും, ഓരോ സമയം കൊണ്ടുപോകില്ല. അപ്പോൾ ഇതാ നമ്മൾ പ്ലം കേക്ക് തേജുവിന് സ്കൂളിലേക്ക് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണമേ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ദേവൂട്ടനും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തയച്ചത്. ഇവർക്ക് 2 പ്ലം കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കല്ല ഇപ്പോൾ ഒന്ന് ആക്കി കൊടുക്കലുണ്ട്. അപ്പോഴത്തേക്ക് ദേവൂട്ടൻ്റെ വണ്ടി വരേണ്ട സമയമായി. പിന്നെ നമ്മൾ 2 പിന്നെ മെല്ലെ മേലോട്ടേക്ക് വന്നിട്ടുണ്ട്. വണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ ഇങ്ങനെ ആളൊന്നും താമസിക്കാത്ത നമ്മളെ ലീനേച്ചിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് കുറേ സമയം ഇരിക്കലാണ്. പിന്നെ ഞാൻ പിന്നെ വേഗം വന്നിട്ട് അലക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ പിന്നെ കുറച്ച് പണിയെല്ലാം മിറ്റടിച്ച് വരല അങ്ങനത്തെ പണികളെല്ലാം അമ്മ ചെയ്തിട്ട് അമ്മ ഇതാ അലക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ വാങ്ങിയ ഒരു ബോട്ടിലാണ് ഇത്. 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യലേ. ഇങ്ങനെ ഡയറ്റെല്ലാം ചെയ്യുന്നതുകൊണ്ട് പിന്നെ ജിമ്മിലും എല്ലാം പോകുമ്പോൾ നമുക്ക് എടുക്കണമല്ലോ. അപ്പം ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ചെറിയൊരു സെറ്റും കൂടി ഉണ്ട്. 1 ലിറ്ററിൻ്റെതുകൊണ്ട് പിന്നെ അതിലും ചെറുതുണ്ട്. അപ്പോൾ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൽക്കഹോളൊന്നും അല്ലാതെ നമ്മൾ നോർമലായിട്ട് സോക്ക് ചെയ്തിട്ട് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസിപ്പി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നല്ല റിച്ച് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാ നമ്മളെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.